ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാവേ. ഇത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേരുന്ന ഒരു പുട്ട്, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേരുന്ന ഒരു ഡിഷാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 10-12 വെളുത്തുള്ളി ചതച്ചത്, നല്ലൊരു പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 10 മുളക് കീറിയിട്ടുണ്ട്, പച്ചമുളക്, ഒരു 3 മീഡിയം സൈസ് സവോള, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ പൊടികൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മൾ ഗരം മസാല ഉപയോഗിക്കുവേ. ഇവിടെ 1 കിലോ ചിക്കനാണ്, വൃത്തിയാക്കിയതിന് ശേഷമുള്ള 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നമ്മളിവിടെ ഒരു കടായി എടുത്തു കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരണേ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കറുവപ്പട്ട 2 പീസ് ഇതിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ ആ പച്ചമുളക്. ഇതിനകത്ത് നമ്മൾ ചുവന്ന മുളക് എടുക്കത്തില്ലേ, പച്ചമുളകിൻ്റെയും മറ്റേ പെപ്പറിൻ്റെയും കൂടെ ആ എരിവേ വരത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് എരിവുള്ള പച്ചമുളക്, അതൊരു 9-10 എണ്ണത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരണേ. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനും എളുപ്പമാണ്. സവോള ഇത് 2-3 മിനിറ്റ് എടുത്തൊന്ന് വഴറ്റിയെടുക്കാവേ. നമ്മളൊരു 3-4 മിനിറ്റ് നല്ല ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ഇങ്ങോട്ട് ചേർക്കാവേ. ഇത് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടി ഇട്ട് കഴിഞ്ഞ ഉടനെ സിമ്മിലേക്ക് മാറ്റിയേക്കണേ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ പെരിഞ്ജീരകം, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചേക്കുവാണേ. ഞാൻ 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ പൊടിച്ച് വെച്ചേക്കുന്നത്, നമ്മളെപ്പോഴും ഫ്രഷായിട്ട് ഗരം മസാല എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം നല്ല ഒരു മണമൊക്കെ കിട്ടും. നേരത്തെ പൊടിച്ച് വെച്ച് കഴിയുമ്പോൾ അത്രയും നന്നായിട്ട് ആ ഒരു മണം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റണേ. ഞാനൊരു 3-4 മിനിറ്റ് ഞാനിത് പൊടികൾ ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കും. ഇനി ഇച്ചിരി തീ കൂട്ടി വെച്ച് കൊടുക്കണേ. ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കണം. നമ്മൾ ആ പൊടി ഇട്ടപ്പോൾ ഇച്ചിരി സിമ്മിലാണ് വെച്ചിരുന്നത്. തക്കാളി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിക്കോണേ. നമ്മളിവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിക്കോണേ. ചിക്കൻ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട്
കിട്ടണേ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി കുറച്ച് നേരം കുക്ക് ചെയ്യാൻ. ഇതെല്ലായിടും ഒന്ന് മിക്സാക്കി ഇനി നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കണേ. അന്നേരത്തിന് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും ചിക്കൻ്റെ. ഉടനെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ലേ, അടച്ചു വെച്ച് വേവിക്കും. ഞാനൊരു 10 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുവേ. ഇത് വേണമെന്നുള്ളവർക്ക് മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കണേ. ഈ സമയത്ത് കുറയ്ക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തല്ലോ, അപ്പം കുറച്ച് ഗ്രേവിയായി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ ഇതുപോലെ കുക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പം കുറച്ച് മൂത്ത കോഴിയാണ്, ഞാനൊരു 40 മിനിറ്റോളം കുക്ക് ചെയ്യാറുണ്ട്. ഇതിനധികം മൂപ്പില്ല, അതാ ഞാനൊരു 30 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റാകും. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നോക്കാവേ. നമ്മളിവിടെ ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി, എന്താ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. അല്ല കുറേ കൂടെ ഡ്രൈ ആകണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ വെച്ചിരുന്നാൽ മതി. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാതെ. വെള്ളമൊന്നുമില്ല കണ്ടോ, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഫ്രൈ ആക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ തീ കൂട്ടി വെച്ചാൽ മതി. ഇവിടെ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ തേങ്ങാപ്പാലും കൂടെ നമ്മൾ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ തേങ്ങാപ്പാൽ എല്ലാത്തിലും ഒഴിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. 2 രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാമല്ലോ. ഇനി ഇതിനകത്ത് നമുക്കൊരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. സ്വല്പം മതി, ഒരുപാട് കൂടരുത്. ആ കുത്തൽ വരരുത്. എന്നാൽ ഒരു ചെറിയൊരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും വേണം. അത് പെപ്പർ ചിക്കൻ അല്ലേ, അപ്പോൾ കുരുമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവർ നമുക്ക് കിട്ടണം. ഒരു സ്വല്പം, ഒരു 1/4 ടീസ്പൂൺ കഷ്ടിച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ഇടുന്നാലും നല്ലതാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് അല്ലേ അതിന്. ഇത് റെഡിയായി. വല്ലാതെ മൂത്ത കോഴിയാണെങ്കിൽ ഒരു 40 മിനിറ്റ് ഒക്കെ വേവിക്കണം കേട്ടോ, എന്നാലേ ശരിക്കും അത് വേവത്തുള്ളൂ. ഞാൻ അങ്ങനെയാ കേട്ടോ. നമ്മൾ കുക്കറിലല്ലോ വേവിക്കുന്നത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കടായി വെച്ചിട്ടല്ലേ വേവിക്കുന്നത്. അപ്പം ഒരു വല്ലാതെ മൂത്ത, ഇത് ചെറിയൊരു കോഴിയാണ്, ഒരുപാട് മൂപ്പില്ല. അതുകൊണ്ടാണ് 30 മിനിറ്റ് ഞാൻ എടുത്തത്. അല്ലെ കുറച്ചുകൂടെ നിങ്ങൾക്കറിയാമല്ലോ, അതിങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി അത് വെന്തോ ഇല്ലയോ എന്നപ്പോൾ നമുക്കറിയാം. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇവിടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിനും കൂടെ പൊക്കോളുവേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു.